അതിനെ കോട്ടയിൽ കയറി പറ്റാൻ പറ്റും. പിന്നെ നമ്മൾ തോക്കുന്ന വിഷയമൊന്നും ഒരു വിഷയമല്ല, ചോദിക്കുന്ന കോളേജിലായിരിക്കും അഡ്മിഷൻ. ആ ഞാൻ ആലോചിച്ചിട്ട് ആർട്സിൽ നമ്മൾ ഒരുപാട് പയറ്റിപ്പാളിയതുകൊണ്ട് ഇത്തവണ ഒരു ഫ്രഷ്നെസ്സിന് നമുക്ക് സ്പോർട്സ് പിടിച്ചാലോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ വീഡിയോ ഗെയിമിന്റെ പുറകെയല്ലേ, നമുക്ക് കുറച്ച് റിയൽ ആയിട്ട് തന്നെ പിടിക്കാം. റിയൽ സ്പോർട്ട് ഏതാണ്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ. ഇതിനൊക്കെ ഒത്തിരി ആൾക്കാർ വേണോടാ, ഇതൊന്നും സെറ്റ് ആവൂല. എന്റെ കയ്യിൽ ആക്ച്വലി ഒരു ഐറ്റം ഉണ്ട്, പക്ഷെ അത് സോറി. എന്താണ് നീ ബിൽഡപ്പ് നിർത്തി കാര്യം പറ. ബോക്സിംഗ്. ബോക്സിംഗാ? അതെ. എന്തിന്? എന്തൊക്കെ സ്പോർട്സ് ഉണ്ട് ഇവിടെ? അതല്ല ഞാൻ പറഞ്ഞു, മറ്റുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ടേ? ഇതാവുമ്പോ റിങ്ങിൽ ഒറ്റക്കൊറ്റക്ക് ഒരുത്തന്നെ ഇടിച്ചാ പോരെ? ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇടിക്കില്ലേ? നമ്മൾ ഇടിക്കില്ലടാ, ഇടിച്ച് പൊളിക്കൂലേ? ഇങ്ങോട്ട് ഇടിച്ചാൽ അങ്ങോട്ട് ഇടിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റിയ പരിപാടി ബോക്സിംഗ് ആണ്. ബോക്സിംഗ്. പക്ഷേ നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം അത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എവിടെ? ആലപ്പുഴ ജിംഖാന. ജിംഖാന, ആലപ്പുഴ ജിംഖാന. ഓക്കെ. മൊത്തത്തിലൊരു ദാരിദ്ര്യം ഉണ്ടോടാ? ദാരിദ്ര്യമല്ല, വിന്റേജ്. എന്താടാ ചെറുതെ? ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ? അത് നന്നായി. അതെ, 1000 രൂപ അഡ്വാൻസും 500 രൂപ ഫീസും അടക്കേണ്ടി വരും. ഞാൻ പോവാ. ഒന്ന് താത്തി പിടിക്കാൻ പറ്റുമോ? ബുക്കാണോ ജോജോ? അല്ലേക്കാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഞങ്ങള് പിള്ളേരല്ലേ. എന്ത് ഇപ്പൊ നീ ആ അമ്മദ് കട മോനല്ലേ ഇറച്ചി? അതെ, പിള്ളേരാ. കുറച്ച് എല്ലാം നമ്മുടെ മക്കളെ ഇപ്പൊ എന്താ ഒരു പണിയേ? ഒരു 300 രൂപ അഡ്വാൻസും 150 രൂപ ഫീസും വെച്ച് അടക്കാൻ പറ്റുമോ? ഓ സെറ്റ്. EMI ഉണ്ടാ? ഉണ്ടല്ല, പക്ഷെ മാസത്തിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ വരുള്ളൂ. മതിയാവോ? എന്താടാ? അതെ യുമാർക്കേ, പറയടാ. ബോക്സിംഗ് പഠിക്കണം. എന്തിന്? അല്ലിക്ക, അടുത്ത വർഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും SD കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വേണം. അപ്പൊ അതിന് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലടാ? ഇക്കഥ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. വാടാ വാ. ഗ്ലൗസ് ഒക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്? ആദ്യം ഈ ഫാക്ടറിക്ക് ഒരു 50 റൗണ്ട് ഓടിയിട്ട് വാ. ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടെ. വേണോ? 50 റൗണ്ട്. ഇത് ചെറിയ സ്ഥലല്ലേ, നിങ്ങൾ ഓടിക്കോ. അധികം ഉണ്ടാവില്ല. 50 റൗണ്ട് അല്ലേ? വേഗം വാ. ഛർദിക്കാൻ വെള്ളോടത്തെ എത്ര ഉണ്ടല്ലോടാ? 45 ദിവസം കൊണ്ട് ഓടി തീർത്താൽ മതി. ഞാൻ ചോദിക്കാം അങ്ങനോട്. പോടാ അവിടുന്ന്. ഇവന്മാര് രാത്രി ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിരുന്നിട്ട് മരുന്ന് വലിക്കണ്ടെന്നൊരു സംശയമുണ്ട് എനിക്ക്. നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനക്കുറവാണ് ഇവന്മാർക്കേ. പൊക്കമുള്ള ഉണ്ടല്ലോ ഇവിടെ. ഓടി. എന്നാ ഇപ്പൊ എല്ലാരും വീട്ടിൽ പോക്കോ. അപ്പൊ ബോക്സിംഗാ? നാളെ വരുമ്പോ എല്ലാരും സ്പോർട്സ് വെയർ കൊണ്ടുവരണം. എന്നിട്ട് ഇതിന് ഒരു 50 റൗണ്ടും കൂടി ഓടണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ നാളെ ഓട്ടം തന്നെയാ? ഇവിടെ തന്നെ കിടക്കാം. വേണ്ടടാ, ഇയാൾക്ക് പ്രാന്ത. ഇയാളെ പിന്നെ ഓടിക്കും. വീട്ടിൽ പോ. കഴിഞ്ഞ് ഓടി കഴിഞ്ഞ നിങ്ങൾ ആ പുറകോട്ട് നിൽക്കുക. One.
ആ, എനിക്ക് ബോക്സിംഗ് വേണ്ട, കുസ്തി മതി. നീ അങ്ങോട്ട് വയ്ക്ക്, ഞാൻ ഇപ്പൊ വരാം. പോടാ, ഞാൻ കുസ്തി പഠിക്കണേ. ഇതാണോ കുസ്തി? കൊള്ളാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എന്നെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബോക്സിംഗ് സ്റ്റാൻസ്. നമ്മുടെ വലത് കാല് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതിൽ ബലം കൊടുത്തേക്ക്. ഓക്കെ, ഇനി ഗാർഡ്. ഈ രണ്ട് കൈയും ദാ ഇങ്ങനെ ഫേസിനോട് ചേർത്ത് പിടിക്കുക. ഇതെന്തിനാണെന്നറിയാവോ? മുഖത്തിന് ടിടി കിട്ടായിരിക്കാൻ. ഈ കൈ എപ്പോൾ താഴുന്നോ അപ്പം മുഖത്തിന് ടിടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ? ഇങ്ങനെയല്ലടാ. ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഡാ, തലയിലല്ലടാ, ദാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചേർത്ത്. ഓക്കെ. എന്റെ ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം പുള്ളിക്ക്. അസൂയ. ഇനി എതിരാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തോ. ശിവു, നീ ഒന്ന് കാണിച്ചു. മമ്മി, മമ്മി, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താടാ? ആരാരെ പേടിപ്പിച്ച്? നാളെ മുതൽ ഇതൊന്നും പോരാ. ഈ സോയം ചമ്മന്തി ഒന്നും പോരാ. കുറച്ചുകൂടി പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഞാൻ ബോക്സിംഗ് ട്രെയിനിങ് തുടങ്ങി. ഓ, നിനക്ക് പറ്റണ പണിക്ക് പോയാ പോരെ. ബോക്സിംഗ് അടുത്ത ഉടായിപ്പോട്ട് വന്നേക്കോ. ഒരാൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. കഷ്ടം തന്നെ മമ്മി. ഇത് വാടകയൊക്കെ ബോക്സിംഗ്. ഷിബു, അതെ, എത്ര നാളായത്? ഒരു മാസമായിട്ട് തന്നെ ഷിബു, ഒറ്റ മിനിറ്റ്. സലീം കാ, വണ്ണ് പഠിച്ചു. ഇനി എന്താണ്? നോക്കിക്കോ. 2 ചെയ്തോ. എടാ ചോദിച്ചോ, നാളെ മുതൽ ഞാനൊന്നും ഇല്ല കേട്ടോ. 1 ഒരു മാസം, 2 2 മാസം. ഷാനു, 2 ഇന്നലെ ജോജിക്ക് മെസ്സേജ് അയച്ചിട്ട് ഓൺലൈൻ ആയിട്ട് റിപ്ലൈ തരാത്തെ. അത് അങ്ങനെയല്ലോ. ഞാനിപ്പോ ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയല്ലോ. നെക്സ്റ്റ് വീക്ക് ഞങ്ങക്ക് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാനും കോച്ചും വീഡിയോ കോൺഫറൻസിലായിരുന്നു. ആണോ? സോറി, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യൂ?